വോട്ട് ചെയ്ത ജനത്തിന് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ അവസരമൊരുക്കി ഇടത് സർക്കാർ. നടപ്പാക്കിയ പദ്ധതികളുടെ നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് പിണറായി സർക്കാരിൻ്റെ 3-ാം വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടിന് പിന്നാലെയാണ് ഈ നടപടി. ഇന്ത്യയിൽ ഇതാദ്യമാണ് സർക്കാർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം തേടുന്നത്. പ്രോഗ്രസ് കാർഡ് ഓൺലൈനിൽ വായിച്ച് അഭിപ്രായം അറിയിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ഓൺലൈനിലും തപാലിലുമാണ് അറിയിക്കേണ്ടത്. വിലാസം: മുഖ്യമന്ത്രി, ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, 3-ാം നില, നോർത്ത് ബ്ലോക്ക്, തിരുവനന്തപുരം 695001. പ്രകടന പത്രികയിൽ പറഞ്ഞ 900 ഉറപ്പുകൾ ഇതുവരെ എന്ത് നടപടിയെടുത്തുവെന്ന് വിശദമാക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി കേന്ദ്രം വരിഞ്ഞു മുറുക്കിയിട്ടും വാഗ്ദാനങ്ങൾക്ക് പുറമെ ജനതാ ബസ്, കുടുംബശ്രീ ലഞ്ച് ബോക്സ്, വിള ഇൻഷുറൻസ് പരിരക്ഷ, സോളാർ സിറ്റി പദ്ധതി, സ്മാർട്ട് ട്രാവൽ കാർഡ് തുടങ്ങിയവയടക്കം 28 പദ്ധതികൾ സർക്കാർ നടപ്പാക്കി. വാഗ്ദാനങ്ങളിൽ ലൈഫ് പദ്ധതിയിൽ 1.5 ലക്ഷം വീട് നൽകി. 2016 മുതൽ നൽകിയ വീടുകൾ 4.5 ലക്ഷമായി. ദേശീയപാതയും തീര മലയോര പാതകളും പുരോഗമിക്കുകയാണെന്ന കാര്യം പറയുന്നു. 2 ലക്ഷം സംരംഭം വഴി 5 ലക്ഷം തൊഴിൽ നൽകി. PSC വഴി റെക്കോർഡ് നിയമനം നടത്തി. ഒരു വർഷത്തിനിടെ നിയമിച്ചത് 37,124 പേരെ. കൊടും വേനലിലും പവർ കട്ടില്ലാത്ത സംസ്ഥാനമായി കേരളം മാറി. 1/2 ലക്ഷം BPL കുടുംബങ്ങൾക്ക് വൈദ്യുതി നൽകി. 3 ലക്ഷത്തിലധികം പട്ടയം നൽകി. ആ അഭിമാന പദ്ധതിയായ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന ജനത്തിൽ വൻ പുരോഗതിയുണ്ടായി. കണ്ടെത്തിയ 64,006 പേരിൽ പകുതി പേരെ അതിദാരിദ്ര്യമുക്തരാക്കിയതും നേട്ടമാണ്. ഇത്തരം നേട്ടങ്ങളെക്കുറിച്ചുള്ള ജനത്തിൻ്റെ അഭിപ്രായമാണ് സർക്കാർ തേടിയിരിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ മഹത്തായ മാതൃകയാവുകയാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ തീരുമാനം.